Hey guys, welcome back to another vlog. ആക്ച്വലി ഈ വീഡിയോ ഒട്ടും പ്ലാൻ ചെയ്യാത്ത ഒരു അൺപ്ലാനഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാര്യം ഇത് ഞാൻ അപ്ലോഡ് ആക്കുമെന്ന് വിചാരിച്ചിട്ട് പോലുമില്ല. നിയർലി 1 year ആയി ഞങ്ങൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. ഇപ്പം ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് കുറേ കാലമായി, അപ്ലോഡ് ആക്കിയിട്ടും കുറേ കാലമായി. അതുകൊണ്ട് തന്നെ ഇപ്പം ഗാലറി സ്ക്രോൾ ചെയ്തപ്പം ഇത് എനിക്ക് യൂട്യൂബിൽ ഡോക്യുമെൻ്റ് ചെയ്താൽ ഇപ്പം ഇൻ കേസ് എൻ്റെ ഫോണിന് ഈ ക്ലിപ്സൊക്കെ ഡിലീറ്റ് ആയാലും യൂട്യൂബിൽ ഇത് സേഫ് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പം ഞങ്ങളെ ഈ വീട് ഫുൾ പ്ലാനിങ്ങും ഇൻറ്റീരിയറും എല്ലാം എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്ലാനിങ്ങിലാണ് ചെയ്തത്. ഞാൻ ഒന്നും ഇതിൽ പ്രത്യേകിച്ച് ഐഡിയാസ് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് ഈ കയറി വരുന്ന ഈ ഹാളിലേക്ക് കയറി വരുമ്പോൾ ഈ പെയിൻറ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലേന്. പെയിൻറ്റിൻ്റെ കളർ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിനി അത്. പക്ഷേ പിന്നെ വിചാരിച്ചു കുറച്ച് വെറൈറ്റി ആയിട്ട് നിന്നോട്ടെ, എവിടെയും കാണാത്തൊരു ടൈപ്പ് ഓഫ് പെയിൻ്റാണത്. അതുകൊണ്ട് പിന്നെ മാറ്റണ്ട വിചാരിച്ച് അതന്നെ ചെയ്തതാണ് കേട്ടോ. ആ പെയിൻറ്റിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഹൗസ് വാമിങ് ആയ ടൈമിൽ ഫുൾ ഈച്ചൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിനി. മൊത്തം ഈച്ചേനി. ഇപ്പം അതൊന്ന് കുറഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പം അടുത്ത് കുറഞ്ഞിട്ടേ ഉള്ളൂ. അതുവരെ ഭയങ്കര ശല്യം ഈച്ചനെ കൊണ്ട്. ഞങ്ങളൊരു ഓപ്പൺ ടൈപ്പ് ഓഫ് കിച്ചണാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾക്ക് റോ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധാ നോർമൽ കിച്ചൺ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ടേബിളൊക്കെ കസ്റ്റമൈസ് ചെയ്തതാണ്, ഫർണിച്ചേഴ്സും കസ്റ്റമൈസ് ചെയ്തതാണ്. ഡൈനിങ് ടേബിളിൻ്റെ ചെയേഴ്സും അങ്ങനെ എല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തതാണ് കേട്ടോ. ഞങ്ങൾ ടേബിളിൻ്റെ ടോപ്പൊക്കെ ടൈൽസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ താഴെ 2 റൂംസാണുള്ളത്. അതിലൊന്നും പ്രത്യേകിച്ച് ഇൻറ്റീരിയറോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ഒരു ഓഫ് വൈറ്റ് തീമിലാണ് ഞങ്ങൾ പെയിൻ്റൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ മേലോട്ട് കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലൈറ്റ് സാധാ നോർമൽ ലൈറ്റും ഉണ്ട്, വാം ലൈറ്റ് ഉണ്ട്. നമുക്ക് ലൈറ്റ് മാറ്റി കൊടുക്കാൻ പറ്റും. പിന്നെ ഇതാ മേലെയും 2 റൂമാണുള്ളത്. അതിൽ ഞങ്ങളുടെ റൂമിൽ മാത്രമേ പ്രത്യേകിച്ച് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഹാളിലൊന്നും ഫർണിച്ചറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ മേലുള്ള. പിന്നെ ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഫർണിച്ചറൊക്കെ കൊണ്ടുവച്ചത്. ഞങ്ങൾ ഒരു പുറത്ത് ബാൽക്കണി ചെയ്തിട്ടുണ്ട്. അത് വളരെ സിമ്പിളായിട്ട് ഓപ്പൺ ആക്കിയിട്ട ഒരു ബാൽക്കണിയാണ്. അവിടെ ഒരു ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ റൂമിൽ മാത്രമാണ് മെയിനായിട്ട് ഇവിടെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളൂ. അതും വളരെ സിമ്പിളായിട്ടാണ് ചെയ്തത്. പ്രത്യേകിച്ച് ലൈറ്റ്സ് ഒന്നും കൊടുക്കാതെ ഒരു വാമായിട്ടുള്ള ലൈറ്റ് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. എല്ലാം ഓഫ് വൈറ്റ് തീമിലാണ്. എല്ലാം വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് ഈ റൂമിൽ ഫോക്കസ് ചെയ്തത് വാർഡ്രോബാണ്. ഒരു വാള് മൊത്തത്തിൽ വാർഡ്രോബ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ നൈറ്റ് ടൈം എടുത്തതായതുകൊണ്ട് തന്നെ വളരെ ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. പിന്നെ ഫുൾ മെസ്സായിട്ടാണുള്ളത്. കാര്യം ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ്. ഞങ്ങൾ എല്ലാം ക്ലീൻ ചെയ്ത് ഒതുക്കി വരണേ ഉണ്ടായിട്ടുള്ളൂ. ഒരാളെ കൊണ്ട് എടുപ്പിച്ച ഒരു ക്ലിയർ ഉള്ള വീഡിയോ ഞാൻ ലാസ്റ്റ് കൊടുക്കാം, നിങ്ങളത് കണ്ടിട്ട് വാ. പിന്നെ കുറച്ച് ഫോട്ടോസും ഉണ്ട്, അതും ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും.